കറങ്ങി വന്നപ്പോഴത്തേക്ക് അവിടെ തന്നെ വെയിറ്റ് ചെയ്യാൻ അയ്യോ ഇല്ല അവിടെ ഹീൽ ചെയ്തില്ല. ഒരു നല്ലൊരു പുഷ് ഫ്രം ഫ്ലെക്സർ. നല്ലൊരു പുഷ് ഫ്രം 5-6 പ്ലേയേഴ്സ്. ഹിറ്റാച്ചി അസൻസിയോ ദാമോടെ കയറി വന്നു. ഹിറ്റാച്ചി ഡൗൺ ആയിരിക്കുകയാണ്. സ്റ്റീവ് ഒറ്റയ്ക്ക് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. സ്റ്റീവ് നിൽക്കുന്ന ആ ഒരു ഏരിയ വളരെ ഏരിയയാണ്. പൊട്ടിത്തെറിച്ചാൽ ചത്തുപോകും. സ്റ്റീവ് ഫ്ലെക്സറിനെ ഫയർ ചെയ്യുന്നുണ്ട്. അസൻസിയോ ഫയർ ചെയ്യുന്നുണ്ട്. നമ്മള് തിരിച്ചടിച്ചു തരും ഉറപ്പായിട്ടും. ഈ ഒരു T47 ജയിച്ചിരിക്കുകയാണ്. ടീവയുടെ കയ്യിൽ നിന്നും ഈ ഒരു ടർഫ്. നല്ല കളിയായിരുന്നു. അവര് നന്നായിട്ട് കളിച്ചടാ. ഡിസഡ്വാൻറ്റേജിൽ നന്നായിട്ട് കളിച്ചു. കുഴപ്പമില്ല. ഇനി എന്നാടാ നമ്മുടെ തിരിച്ച് ടർഫ് ഓപ്ഷൻ എന്നാ? നമുക്ക് സോൺ ഡിസഡ്വാൻറ്റേജ് ഭയങ്കരമായിട്ട് വന്നടാ. ഫ്രൈഡേ കാണുമെന്ന് തോന്നുന്നു. ഫ്രൈഡേ ആണ്. 2-3 ദിവസത്തേക്ക് കാണും. 3 ദിവസത്തിനുണ്ടോ അടുത്തത്? 4 ദിവസം. സോൺ ചതിച്ചെണ്ണ ഇറ്റ്സ് ഓക്കെ. അല്ലല്ലേ സോൺ ചതിച്ചതല്ലടാ. ഇത് ആക്ച്വലി ഉണ്ടല്ലോ, നമുക്ക് സോണും എല്ലാം ബാക്കിയെല്ലാം കിട്ടി മര്യാദക്ക് വന്നാ. നമ്മള് റൈറ്റ് റൊട്ടേഷൻ ഡിലേ ആയി പോയതാണ്. നമ്മുടെ റൈറ്റ് റൊട്ടേഷൻ ആണ് ഡിലേ ആയി പോയത് സത്യം പറഞ്ഞ. ഇതല്ല പ്രശ്നം, റൈറ്റ് റൊട്ടേഷൻ ആണ് നമ്മുടെ ഡിലേ ആയി പോയത്. ഇറ്റ്സ് ഓക്കെ. കുഴപ്പമില്ല. എന്തായിരുന്നു വാർച്ചേറ്റിൽ വന്നേ ബ്രോ? ഞാൻ കണ്ടില്ല. കണ്ടില്ലെങ്കിൽ കാണണ്ട. എന്തിനാ കാണുന്നത് ഇതൊക്കെ? ഒന്ന് എന്ത് വാർച്ചേറ്റ് വന്നതാണെന്നോ? ബാക്ക് അടിച്ച് നോക്കാൻ പോവാന്നോ ഈകളെ? ഞാൻ കാണട്ടെ. എനിക്ക് അതൊക്കെ കണ്ടാലേ ഒരു രസമുള്ളൂ ബ്രാവോ. എനിക്കതൊക്കെ കുറച്ചും കൂടെ മേളി പോടാ കൊട്ടവാസു. എന്തിനാണ് നിനക്ക് ടർഫ് കിട്ടുവാണെങ്കിൽ നീ എടാ കൊട്ടവാസു, ഇതിന്റെ പേര് നിനക്ക് ടർഫ് കിട്ടുവാണെങ്കിൽ നീ എടുത്തോ. കൊട്ടവാണമെന്നോ? ഓക്കെടാ തന്തയില്ലാത്ത പട്ടി. ഞങ്ങൾ അടിച്ചെടുത്തിട്ട് ഞാൻ ബാക്കി പറയാം നിന്റെ അടുത്ത്. കേട്ടറാ? അപ്പൊ എന്നെ കഴിവറ മോനെ. എന്തായാലും നിന്നെ പോലെ മറ്റേ ഇമോട്ട് ഇട്ടെന്ന് വന്ന് പറഞ്ഞു VC പോയിരുന്ന് കരയാൻ എനിക്ക് താല്പര്യമില്ല. ഞങ്ങളിത് അടിച്ചു തന്നെ എടുത്തോളാം. കേട്ടാ? നിന്റെയൊക്കെ കൂട്ട് ഇമോട്ട് ഇട്ടു, വാക്കിംഗ് സ്റ്റൈൽ മാറ്റി, അയ്യോ എനിക്ക് ടർഫ് തരണേ എന്ന് പറഞ്ഞ് കരയാനുള്ള താല്പര്യം എനിക്കില്ല. അയ്യോ ഇല്ല കുഴപ്പമില്ല. നമ്മളിത് തിരിച്ചെടുക്കുന്നതിന് ഞാൻ ബാക്കി മറുപടി പറഞ്ഞോളാം ഗൈസ്. ഇന്ന് ഇത്രേ പറയുള്ളൂ. കാരണം ഇന്ന് ഇതിൽ കൂടുതൽ ഞാൻ പറയത്തില്ല. ഇന്ന് ഇത് അടിച്ച് ജയിച്ചേൻ്റെ ഒന്ന് വലിക്കാൻ പോകത്തില്ല ഗൈസ്. ഞാൻ FRP വലിക്കാൻ പോകത്തില്ല. എന്ത് FRP? അത് FRP അല്ല. അത് ഒന്നാമത്തെ കാര്യം. FRP ഒന്നുമില്ല. ഇതെന്താ ബ്രോ ഇങ്ങനെ? കുഴപ്പമില്ല. വേണ്ട. ഇറ്റ്സ് ഓക്കെ. ഞാൻ വലിക്കൂല ബ്രോ. ആണല്ലേ? ഞാൻ വലിക്കൂല. അവ സിറ്റി കളിക്കട്ടെ. വാണം സിറ്റി വേണം. സിറ്റി വേണം. ഞാൻ വലിക്കൂല. ഇല്ലല്ല വലിച്ചു ഇതാക്കാം. ഇല്ലല്ല നമുക്ക് FRP ഒന്നും വലിച്ചെടുക്കണ്ട. ഇത് വലിച്ചാ ഇതാവണോ? ടർഫ് ഇതാവോ? അപ്പൊ നീ ഔദാര്യത്തിന് വെച്ചോടാ. അത് ഞാൻ തിരിച്ചെടുത്തോളാം. എന്റെ ഔദാര്യത്തിന് വെച്ചോ ദാമുക്കുണ്ട. എന്റെ ഔദാര്യത്തിന് വെച്ചോ നീ. ഞാൻ അത് തിരിച്ചടിച്ചെടുത്തോളാം. മനസ്സിലായോ? എന്റെ ഔദാര്യത്തിന് നീ ആ ടർഫ് വെച്ചോ. കുറച്ചൊരു 4 ദിവസത്തേക്ക്. എന്റെ ഔദാര്യത്തിന് 4 ദിവസത്തേക്ക് ആ ടർഫ് വെച്ചോടാ കുണ്ടാ നീ. മാസങ്ങ് പോയല്ലോടാ. ആ മാസങ്ങ് പോയി. എന്ത് ചെയ്യാൻ പറ്റും? ഭയങ്കര ഒരു മാസത്തിൽ വന്നതായിരുന്നു. എടാ ഇത് എന്താ 5 എനിക്ക് സ്റ്റാർട്ട് ആവുന്നില്ല. ഇതിട്ടാണ് കണക്ട് ചെയ്ത വാർപ്പിട്ട്? അല്ലല്ല വാർപ്പിട്ടല്ല കണക്ട് ചെയ്തേക്കുന്നത്.
ഞാൻ നിനക്ക് അത് എന്താ എന്റെ ഔദാര്യത്തിന് നന്നായിട്ട് 4 ദിവസം കേട്ടറാ. ഊത്ത് വേണമേ, ഊത്തേ. എടാ നീ ഇപ്പൊ ഊത്താ? ആ സാധനം കേട്ടില്ലേ? അതല്ലടാ, വേറൊരു വീഡിയോ ഉണ്ട് മറ്റേ കൂട്ടുകാരെ സാരി എടുത്ത് നിൽക്കുന്നതാണ്. നീ ഇപ്പൊ ഊത്ത ആ സാധനം കേട്ടില്ലേ? അയ്യോ, ഇത് ഡ്രൈവിന്റെ വായിച്ചോക്കെടാ. വേറെന്താ വായിച്ചു? കണ്ണാപ്പി FRP അല്ലേ, FRP കളിക്കുന്നതാ. നമുക്ക് തിരിച്ചടിച്ചാ പോരെടാ, നമുക്ക് തിരിച്ചടിച്ചാ പോരെ. അടിച്ച് വായി വെച്ചു കൊടുക്കാം. പറവട്ടാ. നമുക്ക് തിരിച്ചടിച്ചാ പോരെ. നമുക്ക് 4 ദിവസം കഴിഞ്ഞാൽ തിരിച്ചടിക്കാം. നമുക്ക് 4 ദിവസം കഴിഞ്ഞ് തിരിച്ചടിക്കാം. പിന്നെ ഇവന്റെ കഴ മാറി. ഇവന് ബ്രാവോ, ഇവന് ബാൻ കിട്ടുവോ? ബാനില്ല. ബാൻ കിട്ടത്തില്ല, അതാണ് പ്രശ്നം. ബാൻ കിട്ടത്തില്ല. അണ്ണാ ഇത് പോത്തിൽ ഡിഫെൻഡിങ് ഫേവർ കാണ്ട് ഈവൻ ഹോൾഡ് ഫോർ 1 വീക്ക് ലോൾ. ചക്കയ്ക്ക് ഒരു കളി കിട്ടുമ്പോ കൊണക്കല്ലേടാ കേട്ടോ. 1 പ്രീവർ 1 ടർഫ് ലൈവിൽ ഇരുന്ന് കൊണക്കല്ലേ നീ. 3 ഇനിഷ്യൽ 2 പ്രീവർ 2 വാർ 6 ടർഫ് ഓടാ നീ. കണ്ടിട്ട് ഇറക്ക് വല്ലപ്പോലും ജയിക്കുന്ന കേട്ടോ. V4 വേശി. ബ്രാവ്, ഈ ടർഫ് റീടർഫ് വെച്ചിട്ട് ഈ തള്ളയോളി നാളെ തന്നെ അടിക്കണേ. ഞാൻ വലിക്കാൻ പോണേ. എന്തോ അവ ഇട്ടതാണോ ചാറ്റിൽ? ഇത് അമ്മമാരിപ്പോ ഒഫീഷ്യലി സ്റ്റോറി ഇട്ടതാ. ഇതെന്തോ വലിക്കണ്ടേ ഗൈസ്? ഒരു മിനിറ്റ്. ഇത് നാളത്തേക്ക് തന്നെ റീഷെഡ്യൂൾ ചെയ്യാൻ പറ്റുമോ ബ്രാവോ? അത് അവിടെ ടർഫിന്റെ അവര് നോക്കൂടാ. അവര് നോക്കല്ലേ. വാടാ ഊത്ത് ശിഖണ്ഡി, നിനക്ക് തരാൻ വാ. ഗൈസ് ഒരു മിനിറ്റ്. എന്താ അതാരാ ഇട്ടത്? റഷ്യൻ ഓവൻ. അവൻ എന്താ ഇട്ടത്? അച്ഛന്റെ പേര് വെച്ചിട്ട് ഇറ്റാച്ചിയുടെ അച്ഛന്റെ പേരിട്ടാ. ഉറപ്പാണോ? ഇറ്റാച്ചെന്ന് വിളിച്ചേ. കേട്ടില്ല. നിന്റെ അച്ഛന്റെ പേരാണോ ട്രാക്ക് ചെയ്തവൻ? അണ്ണ എന്റെ അച്ഛന്റെ പേര് അതാണ്. നമ്മളിവിടെ സ്ഥിരം ലൈവില് ഞാനും സ്നൈപ്പും കൂടെ ഇരുന്ന് സംസാരിക്കാറുള്ളതാണ്. മനസ്സിലായില്ലേ? അതോ വാർച്ചയിലിട്ടോ? ആ. അയ്യോ പോയല്ലോടാ മോനെ. അതെ, ഡിസ്കോഡ് മ്യൂട്ട് ചെയ്യണോ? ഹലോ. ഇല്ല, മ്യൂട്ട് ചെയ്യണ്ട. മ്യൂട്ടൊന്നും ചെയ്യണ്ട. കണ്ടി ഇത്ര ഫ്രസ്ട്രേഷനാ നിനക്ക്? അതിന്റെ സ്ക്രീൻഷോട്ട് എല്ലാം ഉണ്ടോടാ? ഈ ദാമോ പഴയ ദാമോ? പഴയ ഊത്ത് ശിഖണ്ഡി. അത് സംഭവം എന്താ പറയണ, തന്ത ഇല്ലാത്തവന്മാർക്ക് തന്ത ഉള്ളവരെ കാണുമ്പോ ഒരു ചൊറ വരും. മനസ്സിലായില്ലേ? ആ അത് ശരിയാടാ, അത് ശരി, അത് സത്യമാണ്. അത് വളരെ കാര്യമാണ് അത്. അവന്മാർക്കൊന്നും ചന്തയിൽ പെട കൊടുക്കാൻ തന്ത ഉണ്ടായിരുന്നില്ല. അതാണ് പ്രശ്നം. കൊച്ചിലെ ഇങ്ങനെ വളർന്നു മറ്റേ തീട്ടമായി മാറി. മനസ്സിലായ? എന്താ കണ്ടി നിനക്ക് ഇത്ര ഫ്രസ്ട്രേഷൻ? എടാ ഊത്ത് കണ്ടി, നിനക്ക് എന്താ ഇത്ര ഫ്രസ്ട്രേഷൻ? നിനക്ക് ഭയങ്കര ഫ്രസ്ട്രേഷൻ ആണല്ലോ. ഞാൻ വേറെ കാര്യം പറയാം ഗൈസ്, ഞാൻ പറയാട്ടല്ലോ. ലോകത്ത് ഒരു ഗ്യാങ്ങേ ഉണ്ടാവുള്ളൂ, അതായത് ഒരു മെമ്പറിനെ ഗ്യാങ്ങിനകത്ത് ചേർത്ത് കഴിഞ്ഞാൽ ആഴ്ച വാട്സപ്പും ചെക്ക് ചെയ്യുന്ന ഗ്യാങ്. പേഴ്സണൽ വാട്സപ്പ് ചാറ്റ് സ്ട്രീം ചെയ്ത് ഊത്തണനെ കാണിച്ചില്ലെങ്കിൽ അവിടെ ഉള്ളവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റൂല. എടാ കണ്ടി പോടാ തീട്ടവേ. അവന് തന്നെ ട്രസ്റ്റ് ഇല്ല അവന്റെ മെമ്പേഴ്സിനെ. മനസ്സിലായ? അവന് മെമ്പേഴ്സിനെ ട്രസ്റ്റ് ഇല്ല. അവനിങ്ങനെ ആഴ്ച പേഴ്സണൽ മറ്റേ ലവറിന് എന്താ അയച്ചെന്ന് ഊത്തണ്ണനെ സ്ട്രീം ചെയ്ത് കാണിച്ചു കൊടുക്കണം. അച്ചിപ്പട്ടി ഹേട്ടടത്തിന്റെ പുറത്തുള്ള പിള്ളേരെ മാത്രം വലിച്ചു വരുത്തിയ ഒരു ഗ്യാങ് തുടങ്ങിയ നീയൊക്കെ നീ എന്ത് മൂഞ്ചനാടാ നീ ദാമു ഊത്ത് BP ശീകണ്ടി. ഇവിടെ കഴിഞ്ഞോട്ട വാറ വെച്ചപ്പോ അവിടെ ഇരിക്കുന്ന ആരെങ്കിലും തന്തയ്ക്ക് വിളിച്ചോ? ഇവിടെ ആരെങ്കിലും? അതൊക്കെ എന്തിനു പരിപാടി? കുണ്ണാളെ കാണിക്കണ. ഞാൻ ഒരു കാര്യം അടിച്ചിട്ട് ജയിച്ചാൽ മിണ്ടാണ്ടങ്ങ് പോവാ. തന്തയ്ക്ക് വിളിച്ചു തുടങ്ങി കഴിഞ്ഞാല് തന്തയില്ലാത്തവന്മാർക്കും കിട്ടും. ഇപ്പോഴേ പറഞ്ഞേക്കാം.
ഇപ്പൊ വിളിച്ചത് അങ്ങ് പോട്ടെ, സീനില്ല. സീനില്ലേ ഞാൻ ടിക്കറ്റ് അല്ലല്ല അതല്ല അതല്ല അല്ലാണ്ട് പറഞ്ഞത്. തന്തയില്ലാത്തവന്മാര് അല്ല, ഇതിനു മുമ്പേ കിടന്ന് കാര്യമില്ല കേട്ടാ. ഇതിനു മുമ്പ് ഈ കൂട്ടത്തിൽ ഒരു കണ്ടി ഇരുന്ന് ലൈവിലിരുന്ന് മെസ്സേജ് അടിച്ചിട്ട് അവന്റെ വീട്ടിലേക്ക് ആള് ചെന്നതാ കേട്ടാ. കണ്ടി ബാക്കി എന്നെ കൊണ്ട് പറയിക്കരുത്, ബാക്കി ദേവിയെ തന്നെ കൊണ്ട് ബാക്കി പറയിക്കരുത് കേട്ടല്ലോ. ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. ബാക്കി നീയൊക്കെ റീടർഫ് കളിച്ചിട്ട് പോയാൽ മതിയടാ. നീയൊക്കെ റീടർഫ് കളിച്ചിട്ട് പോയാൽ മതി. നീ ഒന്നുകൂടെ ഞാൻ മര്യാദയ്ക്ക് അത് വിട്ടതാ. നിന്റെയൊക്കെ ആ സ്റ്റോറിയും കണ്ടിട്ട് ഞാൻ വിട്ടതാ. രണ്ടാമത് നിനക്ക് യേശുനൊക്കെ നീ നിന്റെ വീട്ടിൽ പോയി വിളിച്ചാൽ മതി, എൻ്റെ അടുത്ത് ഇറക്കണ്ട. മനസ്സിലായേ? അതിന് ഫ്രസ്ട്രേഷൻ ഗൈസ്. വീക്കിലി എല്ലാ മെമ്പേഴ്സും ഡിസ്കോഡും വാട്സപ്പും സ്ട്രീം ചെയ്ത് കാണിക്കണം ഇന്നത് ആരെയൊക്കെയാണ്. നിന്റെ ഈ തന്തയിലായ്മ കൊണ്ടാണ് നിന്റെ അകത്തുള്ള ആൾക്കാർ തന്നെ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു തന്നത്. മനസ്സിലായ? നീ എന്തൊരു കണ്ടിയാണെന്ന്. അല്ലാതെ ഞാൻ തിരക്കിപ്പോയതല്ല. എനിക്ക് ഇങ്ങോട്ട് മെസ്സേജ് പറഞ്ഞു തന്നാണ് നീ അവരെ വളർത്തുന്ന രീതി ഇതാണെന്ന്. ഇവ അങ്ങനെയാ. നീ എന്തിനാണോ നിന്റെ ഗേൾഫ്രണ്ടിന് ഉമ്മ കൊടുത്ത? നീ വേല ഇനി തീപ്പൊടി തന്നെ നിനക്ക് സ്ലോട്ടില്ല. നീ ലവറിന് ഉമ്മ കൊടുക്കണം. എന്തൊക്കെ കോമഡിയാ എടാ ഊത്തേ, ഇതിനെ കുറിച്ച് ഇങ്ങനെ ഇപ്പോഴാണ് അറിയുന്നത്. നീയൊക്കെ റീടർഫ് കളിച്ചിട്ട് അതെടുത്തിട്ട് പോയാൽ മതി. നീയൊക്കെ ഇനി ടർഫ് എടുത്താലും നിന്നെയൊക്കെ ഇത് തന്നെ നിങ്ങളെ അടിച്ചെടുക്കുക എന്നുള്ളൊരു സാധനം മാത്രമേ ഉള്ളൂ. 4 ദിവസം നിന്റെ കൂടി പോയാൽ നിന്റെ ഇരിക്കുള്ളത്. മനസ്സിലായേ? 4 ദിവസം